ഫ്രണ്ട്സ് എല്ലാവർക്കും ഗോൾഡിൻ്റെ അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്ത് തന്നെ നല്ലൊരു ബുള്ളിഷ് ക്യാപ്പിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. നമ്മൾ സെല്ലിലേക്കുള്ള സാധ്യതകൾ ഒന്ന് രണ്ടെണ്ണമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നോക്കാം. നമുക്ക് ഇവിടെ നമുക്കൊരു സെല്ല് കിട്ടണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഓൾറെഡി പ്രൈസ് ഇവിടെ ഫസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തു, അതിനുശേഷം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണത് ഫസ്റ്റ് റിയാക്ഷനിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു പൊസിഷനിൽ വന്നപ്പോൾ 4430 മേലിൽ 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് അങ്ങനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ പ്രൈസ് ബുള്ളിഷിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ എടുത്ത് പറഞ്ഞത് പ്രൈസ് ഇതും കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു OB പക്ഷേ നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് തന്നു, പക്ഷേ അത് ഫെയിലായി. ഈ ഫെയിലാകാനുള്ള റീസൺ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം 460 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, 480 മേലിൽ ഓപ്പൺ ചെയ്തു. പക്ഷേ 500 മേലിൽ 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യാനൊന്നും തന്നെ പ്രൈസ് താഴേക്ക് വന്നു. അല്ല, ഇവിടെയും ഓപ്പൺ ചെയ്തായിരുന്നെങ്കിൽ പ്രൈസ് നമുക്ക് ഈ ഒരു എക്സ്ട്രീം 1 അവറിൻ്റെ എക്സ്ട്രീം ഓബിൽ വന്നാൽ ഇവിടെ നമുക്ക് നല്ലൊരു സെല്ലും നോക്കാൻ പറ്റിയ എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് നിന്നത് കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ചെയ്ത് നിന്നു. പക്ഷേ ഇത് ഇവിടെ നിന്ന് അതുകൊണ്ട് നല്ല ഹെവി റിയാക്ഷൻ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ പ്രൈസ് ഇവിടെ ഒന്ന് വീണിട്ടുണ്ട് ഇന്ന് മോർണിംഗ് മുതൽ. പക്ഷേ പ്രൈസ് ഇനിയും കയറി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെല്ല് നോക്കാം. പക്ഷേ ഞാൻ പറയണത് ഇന്റേണൽ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ബൈ കിട്ടുന്നു അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ബൈ നോക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ബൈ ആണ് സെല്ലാണ് എടുക്കണമെങ്കിൽ പ്രീവിയസ് ഹൈയും ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. നമ്മുടെ ട്രേഡ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ നിന്നാണോ എൻട്രി കിട്ടുന്നത്, ഏത് ടൈം ഫ്രെയിമിലാണോ നിങ്ങൾ എൻട്രി എടുക്കുന്നത്, ആ ടൈം ഫ്രെയിമിൻ്റെ പ്രീവിയസ് ഹൈയും ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്ത് പിന്നെ കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാനൊക്കെ സെറ്റ് ചെയ്യുക. പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് ഇരിക്കുന്നത്. പ്രൈസ് ഇനിയും കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഈ നിൽപ്പിൽ പ്രൈസ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു വീഴ്ചയുണ്ട്. അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ മാത്രം ആ ട്രേഡ് എടുക്കുക. അതേപോലെ നമുക്ക് ഈ ഒരു POയിലേക്ക് വരുന്ന വരെ നമുക്ക് എന്ത് ചെയ്യുക, ബൈ ഒക്കെ നോക്കാവുന്നതാണ്. സെക്ഷൻ്റെയും പ്രീവിയസ് ഡേയുടെയും ഇൻറ്റേർണലൊക്കെ നോക്കി ബൈ എടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഹൈ ഇപ്പോൾ ഇവിടെ ഇൻറ്റേർണലിൻ്റെ കയറിപ്പോയപ്പോഴത്തേക്കും നമുക്ക് 50 മിനിറ്റ് പ്രീവിയസ് ഹൈ എടുത്തിട്ടാണ് പ്രൈസ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഹൈയും പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ.